വിഷമമുണ്ട്. കുറച്ചുകൂടി കളിക്കായിരുന്നു വിചാരിച്ചു. എല്ലാം ജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആര്യൻ എങ്ങനെയുണ്ടായിരുന്നു ഗെയിം? കുഴപ്പമില്ല. 23 വയസ്സുള്ള ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ഇനി? മലയാളം അറിയില്ല, ഒന്നും അറിയില്ല. ബിഗ് ബോസ് നോക്കിയത് അതെ, നല്ലോണം നോക്കിയത്. എന്തുകൊണ്ട് പുറത്തായെന്ന് തോന്നുന്നേ? ഒരു ക്ലൂ ഇല്ല. അൺഫെയർ എവിക്ഷൻ ഉണ്ടാവാം, എന്തുണ്ടാവാം എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചില്ല ഔട്ടാവും, പക്ഷേ മാക്സിമം കളിച്ചു. മലയാള താരത്തെ ഞാൻ അവിടെ ചേട്ടന്മാർ എല്ലാരും നോക്കി, നല്ലോണം നോക്കി. അവസാനത്തെ ഗെയിം പോലും ആരെയായിരുന്നു ഒന്നാം നമ്പർ. പക്ഷേ ഇത്രത്തോളം അൺഫെയർ ആയിട്ടുള്ള ഒരു എവിക്ഷൻ ബിഗ് ബോസിലെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അത് നമ്മുടെ എന്താണ് പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ ജനങ്ങൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്തോ ഇല്ലെന്ന് അറിയില്ല, പക്ഷെ ഞാൻ എന്റെ പരമാവധി എഫേർട്ട് അവിടെ തന്നിട്ടുണ്ട്. എല്ലാ ടാസ്ക് ആയാലും 3 വീക്ക്ലി ടാസ്ക് അടുപ്പിച്ച് ഞാൻ ജയിച്ചിട്ടുണ്ട്. അതുവേണ്ടിയാണ് ഔട്ടായത്. അറിയില്ല, ആൾക്കാർക്ക് എന്നെ ഇഷ്ടമല്ലേ എന്നറിയില്ല. എനിക്ക് ഈ സദാചാര കുലംകുത്തികൾ ഇപ്പോഴും ബിഗ് ബോസിൽ ഉണ്ട്. അവരൊക്കെ എങ്ങനെയാ, അവരോടൊക്കെ എങ്ങനെ മറുപടി കൊടുക്കാനുള്ളത്? കുറച്ച് ഓവറാണ്. Thank you so much, guys. ജയിക്കായിരുന്നു കേട്ടോ. എനിക്ക് ഞാനും വിചാരിച്ചു, ജനങ്ങളുടെ തീരുമാനമല്ലേ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ചേട്ടാ പോയിക്കോട്ടെ. വന്നേണ്ട എല്ലാരും ഒരു സ്ഥലത്ത് എല്ലാവർക്കും ഇരുന്ന് സംസാരിക്കാട്ടോ. അനുമോളുടെ PR വർക്ക് ആരിന്റെ പുറത്താക്കലോടൊന്നും ബന്ധമുണ്ടോ? അറിയില്ല കേട്ടോ, ഒന്നും അറിയില്ല എനിക്ക്. ഞാൻ അവിടെ കളിച്ചു നല്ലോണം മാറ്റേണ്ടോ. ഞാൻ നല്ല എഫേർട്ട് തന്നു, ഇതുവരെ എഫേർട്ട് തന്നു. 3 വീക്ക്ലി ടാസ്ക് ജയിച്ചിട്ടാണ് ഞാൻ പുറത്തായത്. അപ്പൊ എന്താണെന്നറിയില്ല.
ഹായ് അച്ഛാ. Very happy. Thank you അച്ഛാ നമസ്കാരം. for giving so much. ആര്യന്റെ ഗെയിം എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ ഗെയിം. അമ്മ എങ്ങനെയുണ്ടായിരുന്നു? ആര്യം വന്നിട്ട് പറയാനാണ് പറഞ്ഞത്. മനസ്സ് നിറഞ്ഞു. He doesn't deserve to be evicted. He's played so well. Anyways, I'm happy. Part of the game. Let's see. Warm welcome by all of you. It's a pleasure. Thank you very much. ആര്യ ഫെയർ അറിയില്ല, പക്ഷെ ഞാൻ എന്റെ പരമാവധി എഫോർട്ട് തന്നു. അത് മാത്രമേ പറയാനുള്ളൂ. ജയിച്ചില്ല. ബിഗ് ബോസ് അൺഫെയർ ആയിട്ട് നിൽക്കുന്ന ആരെങ്കിലും അങ്ങനെ എനിക്കറിയില്ല കേട്ടോ. എനിക്ക് എന്റെ കാര്യം അറിയാം. എന്റെ കാര്യം ഞാൻ ഫുൾ എഫോർട്ട് തന്നു. പക്ഷേ ഈ അഫേറിനോട് തോന്നുന്നു ഇത്രത്തോളം ബിഗ് ബോസിൽ നിന്നല്ലോ ഇത്രയും കുറച്ചും കൂടി ചെയ്യാറുണ്ട്. ഈ ഗ്ലാസ് തുറക്കൂ. ഈ ഗ്ലാസ് തുറക്കാവൂ. തുറക്കൂ. പോട്ടോ ലോക്കറാണ്. ആരെന്താ ഇവിടെ? ഐ ലവ് യു ഫാൻസ്. നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തു. ഞാൻ വളരെ ഹാപ്പിയാണ്. അങ്ങനെ പ്രത്യേകത ഒന്നുമില്ല പറയാൻ. എന്റെ എഫേർട്ട് ഞാൻ തന്നു. അവിടെ വരെ നിന്നു. വീക്ക്ലി ടാസ്ക് ജയിച്ച് ഞാൻ പുറത്തായത്. അത് കുഴപ്പമില്ല. പാർട്ട് ഓഫ് ദ ഗെയിം ആണ്. ഞാൻ ഒരു സ്പോർട്സ്മാൻ ആണ്. ജയം തോൽവി ഉണ്ടാവും. പക്ഷെ എന്റെ പരമാവധി എഫേർട്ട് ഞാൻ ആര്യന്റെ ഈ എവിക്ഷന് ഒട്ടും അൺഫെയർ ആയിട്ട് തോന്നുന്നില്ല എല്ലാവർക്കും. ചേട്ടാ കുറച്ചൊക്കെ എനിക്കും തോന്നുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റൂടാ, ജനങ്ങളുടെ ഡിസിഷൻ അല്ലേ. കുഴപ്പമില്ല. അത് ബിഗ് ബോസിന്റെ ആൾക്കാർ തന്നെ ഡിസൈഡ് ചെയ്യട്ടെ. അവരുടെ ഷോ, അവരുടെ കളി, അവരെന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ. ഞാൻ എന്റെ എഫേർട്ട് തന്നു. ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അല്ല, അനുമോളുടെ ഈ ഒരു PR വർക്ക് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് ഈ എവിക്ഷന്? ഞാൻ ഫോണൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. ഞാൻ ഒരു ദിവസം എല്ലാവരുടെ കൂടെ ഇരുന്നിട്ട് പയ്യെ എല്ലാവരോടും സംസാരിക്കാം കേട്ടോ ഈ കാര്യത്തിൽ. ടോപ്പ് 3 ആരൊക്കെ ഉണ്ടാവും? ഒരു ക്ലൂ ഇല്ല കേട്ടോ. ഞാൻ തന്നെ ഉണ്ടാവും ജയിക്കേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. പിന്നെ ഞാനേ ഇല്ല. അപ്പൊ എനിക്ക് അറിയില്ല ചേട്ടാ. താങ്ക് യു ചേട്ടാ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.